ജവഹർലാൽ നെഹ്റു മൂല്യബോധമുള്ള രാഷ്ട്രീയക്കാരനും വിവേകമതിയായ രാജ്യതന്ത്രജ്ഞനും അതുല്യ എഴുത്തുകാരനുമായിരുന്ന ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. ആകർഷകമായ വ്യക്തിത്വം, നിസ്വാർത്ഥതയുടെ ആൾരൂപം, മതേതര നേതാവ്, സ്വാതന്ത്ര്യ ചിന്താഗതിക്കാരൻ, മാനവികതയുടെ ഉപാസകൻ, സോഷ്യലിസത്തിന്റെ വക്താവ് എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾ നെഹ്റുവിനുണ്ട്. ഉന്നത കുലജാതനായ നെഹ്റു വീട്ടിലിരുന്നാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിച്ചത്. 16-ാമത്തെ വയസ്സിൽ ലണ്ടനിലേക്ക് പോയ നെഹ്റു ഹാരോ സ്കൂളിൽ പഠിക്കുകയും പിന്നീട് ട്രിനിറ്റി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം തേടുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം നിയമബിരുദമെടുത്തു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നെഹ്റുവിന് ഇന്ത്യയിൽ തിരക്കേറിയ പ്രാക്ടീസ് നേടാമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നയങ്ങളും സിദ്ധാന്തങ്ങളും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. സമ്പന്നരായിരുന്ന തൻ്റെ മാതാപിതാക്കൾ നൽകിയ ജീവിത സമൃദ്ധിയും താമസിക്കാനുള്ള കൊട്ടാര സദൃശമായ വീടും പരിചാരകരും ഒന്നും തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള നെഹ്റുവിൻ്റെ തീരുമാനത്തിന് തടസ്സമായിരുന്നില്ല. പുസ്തകപാരായണം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ജയിലിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കോ അഭിരുചിക്കോ അനുസൃതമായ പുസ്തകങ്ങൾ കിട്ടിയിരുന്നില്ല. എങ്കിലും വളരെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ജയിൽ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന വിഖ്യാത ഗ്രന്ഥവും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത്. അദ്ദേഹത്തിലെ സാഹിത്യപ്രതിഭയുടെ തിളക്കം ഈ രണ്ടു ഗ്രന്ഥങ്ങളിലും ദൃശ്യമായിരുന്നു. ഭാരതം സ്വാതന്ത്ര്യമാകുന്നതുവരെ ദേശഭക്തിയിൽ പിടിച്ചുനിന്ന് പോരാടാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ലക്നൗ, നൈനിതാൽ, അൽമോറ, അഹമ്മദ് നഗർ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ ആയിരുന്നു നെഹ്റുവിൻ്റെ തടവു ജീവിതം. നിരവധി പോലീസിൻ്റെ ലാത്തിയടിക്കും അദ്ദേഹം വിധേയനായിട്ടുണ്ട്. 1964 മെയ് 24 രാജ്യം വിറങ്ങലിച്ചു നിന്ന ദിവസമായിരുന്നു. ഏഷ്യയുടെ പ്രകാശം കണ്ണിച്ചിമ്മി തൻ്റെ രാജ്യത്തെ ജനങ്ങളെ ആകമാനം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു.